ബോണി എന്താ അച്ഛാ? ചെല്ലാനംകാരനല്ലേ? അതെ അച്ഛാ. വയസ്സ് 38. 33 ഞാൻ പ്രതീക്ഷിച്ചത്. കയ്യൊന്ന് നീട്ടിക്കേ. പ്രത്യേകിച്ച് വല്ല അസുഖമുണ്ടോ? ഇല്ല, ഇടയ്ക്ക് ഇങ്ങനെ BP കുറഞ്ഞു പോകുന്നു പറയുന്നു. ഭയങ്കര പേടിക്കേണ്ട. ആണോ? പിടിച്ചിട്ടും എനിക്കറിയാം ഒരു ഇച്ചിരി BP കുറവുണ്ട്. പ്രഷർ കുറഞ്ഞാൽ പെട്ടെന്ന് വരിക്കും. ആണോ? എനിക്ക് ബോണിയുടെ ഇരിപ്പൊക്കെ കണ്ടിട്ടൊരു 3 വർഷത്തിൽ കൂടുതൽ ജീവിക്കത്തില്ലെന്ന് തോന്നുന്നു. ആണോ? ആണ്ടാ ചിരിക്കാത്ത പേടിയുണ്ടോ? ആ ചിരിക്കാത്തൊരു ഒന്നാന്തരം പേടി ഇരിപ്പുണ്ട്. 3 വർഷത്തിനുള്ളിൽ മരിക്കും എനിക്ക് പിടിച്ചിട്ട് തോന്നി. ഭാര്യ വല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഭാര്യ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടിപ്പോകും. സന്തോഷമായിരിക്കും ചിലപ്പോൾ. ഞാൻ പെട്ടെന്ന് 3 വർഷത്തിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ പേടി വന്നോ? ശരിക്കും ഒരു ചെറിയ പേടി വന്നോ? പേടിയില്ല എന്ന് പറഞ്ഞാൽ നുണയായിരിക്കും. പേടി പോലെ തോന്നിയത് ഞാൻ ഇനിയും വേണ്ട രീതിയിൽ മരണത്തിന് ഒരുങ്ങിയില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ഞാൻ ഇപ്പോൾ ഈ മരിക്കാൻ വലിയ പുങ്കത്തരം പറയും പേടിയില്ല എന്നൊക്കെ. പക്ഷേ ഈ അടുത്തൊരു പൂച്ച കടിച്ചു. പൂച്ച ചാടിക്കയറി എന്നെ കടിച്ചു. ചുമ്മാതെ വെറുതെ ഇരുന്ന പൂച്ചനെ ചാടിക്കയറി കടിച്ചു. ഒന്നാന്തരം 2 പാടിവിടെ. അപ്പം പെട്ടെന്ന് പേവിഷം പിടിക്കുമോ പേവാത പിടിക്കുമോ എന്നൊക്കെ പേടിച്ച്. അപ്പം ഞാൻ എൻ്റെ ഒരു പഴയ പാട്ട് ഓർത്തു. ഇന്ന് വർത്തമാനം പറയുമ്പം അതിനെക്കുറിച്ച് ബോണി കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. അവസാന മൊഴിയായി. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ആദ്യ നാളുകളിൽ ഒത്തിരി നാളുകൾ നമ്മുടെ പാട്ടാണ്. അവസാന മൊഴിയായ അധരങ്ങളിൽ അവിടുത്തെ നാമം ഉണ്ടാകണമേ. അധികം ധനമൊന്നും ഇല്ലെങ്കിലും. അപ്പം ഈ അധികം ധനമൊന്നും ഇല്ലെങ്കിലും അവിടെ നിന്ന് തുണയായിരിക്കണമേ. ഈ പാട്ട് അങ്ങനെ എഴുതിയതാ. ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഈ ചിലപ്പോൾ നമ്മുടെ സംഗീത ജീവിതം കുറച്ച് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ തോന്നുവേ നമുക്ക് ഭൂമിയിൽ കിട്ടേണ്ടതെല്ലാം ഒന്നും കിട്ടിയിട്ടില്ല. അംഗീകാരമോ അല്ലെങ്കിൽ മനുഷ്യന് മുമ്പിലെ പ്രശസ്തിയോ ഒക്കെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംതൃപ്തി തന്നത് ഈ പാട്ട് എഴുതിയപ്പോഴാണ്. there is a limitation in heaven, in earth, but no limitation in heaven. ഇവിടെ എല്ലാം നാഴി കൊണ്ടും ചങ്ങഴി കൊണ്ടും. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നമ്മളിങ്ങനെ വർത്തമാനം പറയാൻ അവസരം കിട്ടിയാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മളെ കാണുന്നവരോട് ഈ പാട്ടിനെക്കുറിച്ചൊന്ന് പറയാമല്ലോ എന്ന് തോന്നി. വളരെ നല്ലതാച്ചാ. കാരണം ഒരു മരണബോധം അല്ലേ? ഒരു മരണബോധമുള്ളത് നല്ലതാണ്. എന്നാണെന്നറിയോ? എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു രസകരമായ കാര്യം ബൈബിളിലുണ്ട്. എന്നറിയോ? ഈശോയെ കുരിശിൽ തറച്ചിടത്ത് ബൈബിൾ പറയാ, ഈശോയെ ക്രൂശിലേറ്റിയിടത്ത് മനോഹരമായൊരു പൂന്തോട്ടവും ആരെയും ഇതുവരെ അടക്കാത്തൊരു കബറിടവും ഉണ്ടായിരുന്നു. ഈശോയെ ക്രൂശിച്ച സ്ഥലത്ത് മനോഹരമായൊരു പൂന്തോട്ടം, സോ ബ്യൂട്ടിഫുൾ. പക്ഷേ അതിൻ്റെ മൂലയ്ക്ക് എന്നാ ഉണ്ടായിരുന്നു? ഒരു കബറിടം ഉണ്ടായിരുന്നു. അപ്പം ജീവിതത്തിൻ്റെ ഈ മനോഹാരിതയുടെയും മാസ്മരിതയുടെയും സന്തോഷങ്ങളുടെയും വർണ്ണപ്പകിട്ടിൻ്റെയും ആനന്ദത്തിൻ്റെയും സല്ലാപത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മേളത്തിൻ്റെയും കൊട്ടിൻ്റെയും പാട്ടിൻ്റെയും എല്ലാം ഇടയ്ക്ക് ഒരു കബറിടമുണ്ട് എന്ന് ഓർക്കുന്നത് ജ്ഞാനമാണ്. ഒരു മരണബോധം സൂക്ഷിക്കുക. നിൻ്റെ പൂന്തോട്ടത്തിൻ്റെ അടിയിൽ ഒരു കബറിടമുണ്ട്. എൻ്റെ നല്ല പ്രായത്തിൽ അത് ഓർക്കാൻ പറ്റിയ ഭാഗ്യമാണ്. അപ്പോൾ എൻ്റെ ശരിക്കും എൻ്റെ നല്ല പ്രായത്തിൽ 10-26 വയസ്സൊക്കെ ഉള്ളപ്പം എഴുതിയ പാട്ടായത്. അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ.
അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. അധികം സുഹൃത്തുക്കൾ ഇല്ലെങ്കിലും അവിടുന്നു കൂട്ടായിരിക്കണമേ. അധികം സുഹൃത്തുക്കൾ ഇല്ലെങ്കിലും അവിടുന്നു കൂട്ടായിരിക്കണമേ. അഴകും പ്രശസ്തിയുമില്ലെങ്കിലും തഴുകുവാൻ താങ്ങുവാൻ നീ വരണേ. അഴകും പ്രശസ്തിയുമില്ലെങ്കിലും തഴുകുവാൻ താങ്ങുവാൻ നീ വരണേ. അവസാനമൊഴിയാൻ അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അവസാനമൊഴിയാൻ അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്നു തുണയായിരിക്കണമേ. അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്നു തുണയായിരിക്കണമേ. അവസാന ശ്വാസം ഉതിർക്കുമ്പോഴും വിശ്വാസദീപം ജ്വലിച്ചിടണം. അവസാന ശ്വാസം ഉതിർക്കുമ്പോഴും വിശ്വാസദീപം ജ്വലിച്ചിടണം. ആശ്വാസരൂപനാം നിൻ കൈകളിൽ ശാന്തമെന്നാത്മാവു ചേർന്നിടണം.
ആശ്വാസരൂപനാം നിൻ കൈകളിൽ ശാന്തമെന്നാത്മാവു ചേർന്നിടണം. അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്നു തുണയായിരിക്കണമേ. അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്നു തുണയായിരിക്കണമേ. അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. മൂന്നാമത്തെ വരിയിൽ വളരെ സുന്ദരമായൊരു മെസ്സേജ് ഉണ്ട്. വലിയ പണമൊന്നുമില്ലെങ്കിലും അല്ലേ, ഇന്നത്തെ ഒരു ലോകത്തിന് എല്ലാം പൈസ കൊണ്ടാണ് നടക്കത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അച്ഛാ. അതൊരു എനിക്ക് അത് തീർച്ചയായിട്ടും ബോണി പറഞ്ഞ അതേ സത്യമായിട്ട് ആ മൂന്നാമത്തെ വരിക്ക് ആ പവർ ഉണ്ടെങ്കിലും, പക്ഷെ എന്നെ അതിലേക്ക് എഴുതി നയിച്ചത് ആദ്യത്തെ വരി തന്നെ. അതായത് ഈ നമ്മുടെ പഴമക്കാർക്ക് നിർബന്ധം ഈശോ മറിയം ചൊല്ലിയാണോ മരിച്ചത്? അമ്മച്ചി എത്ര അറിഞ്ഞാൽ മതി, അമ്മച്ചിക്ക് എത്ര അറിഞ്ഞാൽ മതി നമ്മുടെ അപ്പുറത്തെ ചാക്കോച്ചേട്ടൻ മരിച്ചത് ഈശോ മറിയം ചൊല്ലിയിട്ടാണോ മരിച്ചത്? അത് ചൊല്ലിക്കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? പിള്ളേരൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? ഇത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ ശരിക്കും ഈ ദൈവനാമത്തിന് കൊടുത്തൊരു വില എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. വേദനിച്ച് മരിച്ചു എന്നതിനേക്കാൾ എൻ്റെ കുഞ്ഞ് ആരെങ്കിലും അടുത്തുണ്ടായിരുന്നോ? ഈശോ മറിയം ചൊല്ലിയിട്ടാണോ മരിച്ചത്? അപ്പം അവസാന മൊഴിയായി അധരങ്ങളിൽ ദൈവനാമം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ഇന്നിപ്പം അപ്പം മരിക്കാൻ കിടക്കുമ്പം മകൻ ലോക്കറിൽ ഓടിയിരിക്കുക, വിൽപ്പത്രത്തിലേ മൊത്തം എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ, എനിക്ക് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഈട്ടിത്തടി ഒന്ന് എൻ്റെ പട്ടി മേടിച്ചിടും, ഞാൻ ഉള്ളതിനകത്ത് കൊണ്ട് നടക്കത്തേ ഉള്ളൂ. എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈട്ടിത്തടിയൊക്കെ പറയും, നല്ല സുഗന്ധ അല്ലെങ്കിൽ മൂക്ക് ചെകിടിക്കുന്ന മണമുള്ള ഇത് കത്തിക്കത്തുള്ളൂ ഞാൻ. അപ്പോൾ അവർ ആ സമയത്ത് നാമം പറഞ്ഞു കൊടുക്കാൻ മകനില്ല, മകളില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാന മൊഴിയായ അധരങ്ങളിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, മരിക്കുന്നവന് തോന്നണം ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്നു പോവുകയാണ്. അതുകൊണ്ട് പിന്നെ കൂടെ നിൽക്കുന്നവർക്കും തോന്നണം. ഈ രണ്ടർത്ഥത്തിലുമാണ് അവസാന മൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അപ്പം ആ നാമത്തിന് വില കൊടുത്ത മനുഷ്യനോട് ഈ പൊന്നിനെയും പണത്തിൻ്റെയും അതിൻ്റെ നിസ്സാരത പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സ്വർണവും വെള്ളിയും ഹൃദയത്തെ സന്തോഷിപ്പിക്കും, ബലം നൽകും, ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കും. എന്നാൽ ദൈവനാമവും ദൈവഭയം അനുഗ്രഹത്തിൻ്റെ ആരാമമാണ്. അതുള്ളവന് ഈ മറ്റൊരു കൃത്യമായിട്ട് ആ വചനം വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം എന്നെ ഏറ്റവും സഹായിച്ച ഒരു വചനമായിട്ട് ഞാൻ ഓർക്കുന്നത് ഇത്. അതായത് പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 25-ാം വാക്യം, സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. നല്ല കാര്യമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉണർത്തുന്നു. ദൈവഭയമോ ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. ദൈവഭക്തൻ അന്യസഹായം തേടേണ്ടി വരികയില്ല. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമമാണ്. മറ്റേതു മഹത്വത്തെയും കാൾ നന്നായി
അത് മനുഷ്യനെ ആവരണം ചെയ്യും. ശരിക്കും ദൈവനാമത്തിന് വില കൊടുക്കുന്ന മനുഷ്യന് സ്വർണം, വെള്ളി, ധനം, ബലം ഇവയ്ക്ക് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം കൊടുത്താൽ മതിയല്ലോ. ഓ, ഈ ദൈവനാമത്തിന് ഇത്രയും വില കൊടുക്കുന്നവൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും മരണബോധം ഉണ്ടാവും. അവസാനം വരെ ആ നാമം നിൽക്കുകയും ചെയ്യും. അല്ലാണ്ട് കാര്യം പറഞ്ഞ കൃത്യം, ദൈവനാമത്തിന് വില കൊടുക്കുന്നതിന് മരണബോധം വരും, മരണം വരെ അവൻ്റെ നാവിൽ ദൈവനാമം കാണുകയും ചെയ്യും. രണ്ടും ഒരുപോലെ നടക്കും. ഇന്നലെ എൻ്റെ പള്ളിയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒരു നല്ല മനുഷ്യൻ, എൻ്റെ പേരുകാരൻ തന്നെ ഒരാൾ പറയാണ്, അച്ഛ സിമിത്തേരിയുടെ തൂണും ചാരി നിന്ന്, അതും സിമിത്തേരിയുടെ തൂണും ചാരി നിന്നുകൊണ്ടാണ് വർത്തമാനം പറഞ്ഞത്. നന്മയും തിന്മയൊക്കെ ഇവിടം സ്വർഗവും നരകവും ഒക്കെ ഇവിടം കൊണ്ട് തീർന്നു അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഷാജി ഒരിക്കലുമില്ല, സ്വർഗവും നരകവും ഇവിടെ ഉണ്ട്, പക്ഷേ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും പൂർണ്ണത വരുന്നതേ ഉള്ളൂ. അവസാന മൊഴിയായി, അങ്ങനെയുള്ള ഒരാൾക്ക് അവസാനത്തെ നാമം വിളിച്ചുകൊണ്ട് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പണ്ട് നമ്മളെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ, സ്കൂളിൽ നിങ്ങൾ ഓടി വന്നിട്ടേ പടിവാതിലെത്തുമ്പോൾ മമ്മി ഞാൻ വന്നേ എന്ന് പറയത്തില്ലേ, ഇതാ മരണം. ആ സമയത്ത് മമ്മിക്ക് അറിയത്തില്ല സ്കൂളിൽ നിന്ന് വരികയെന്ന്, മമ്മി അകത്തില്ലേ, പക്ഷെ ആ പടിവാതിലെത്തുമ്പോൾ മമ്മി ഞാൻ വന്നേ എന്ന് പറയും. അപ്പം എന്നാ ആ പടിവാതിൽ മമ്മിയുടെ പേര് വിളിച്ചുകൊണ്ട് ഓടി അകത്തോട്ട് കയറുക, വീട്ടിലെത്തിയ ഒരു സന്തോഷം. അതാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അല്ലേ? എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അങ്ങനെ ഒരു മനോഹരമായ സംഗതിയാണ്. അച്ഛൻ സത്യത്തിൽ ഈ ആദിമ സഭയിൽ വളരെ ശക്തമായിരുന്നില്ലേ ഇത്? ആദിമസഭയിൽ ശക്തമായിരുന്നു. ആ ശക്തമായ ആ ചിന്ത വരാൻ കാര്യം പെട്ടെന്ന് കർത്താവ് വരും എന്ന ഒരു ചിന്ത കൊണ്ടാണ്. മറാനാത്ത, കർത്താവ് ഉടനെ വരും. ചില നല്ല മനുഷ്യരെ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. പണത്തോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, പ്രീതിയോടില്ല, ബന്ധങ്ങളോടില്ല, നല്ല ഭക്ഷണത്തോടില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഒന്നിലും അറ്റാച്ച്ഡ് അല്ല. അവസാന മൊഴിയായി അധരങ്ങളിൽ അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. അച്ഛൻ പറഞ്ഞത് ഇവിടെ ഉള്ളതെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ ഒന്നിനോടും ഒരു എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്മെന്റ്, നിഴലാണ് അല്ലേ? നിഴലാണ് എല്ലാ ഇവിടുത്തെ ഉള്ളതെല്ലാം തിന്മയാന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ കളയുന്നത്. കർത്താവിൻ്റെ മഹത്വമാണ് ഈ മണ്ണും പൂവും ചെടിയും ബന്ധങ്ങളും. ദൈവത്തിൻ്റെ മഹത്വമാണ്, എല്ലാം അവിടുത്തെ മഹത്വമാണ്. പക്ഷേ ഇതിന് ഈ കണ്ണാടിയിൽ കാണുന്ന ഇതാണെങ്കിൽ ഇതിനപ്പുറമാണെന്ന് ചിന്തിക്കേണ്ട. ഞാൻ ചോദിക്കുക ബോണി, അല്ലാതെ നമുക്ക് എന്ത് ബോണി, എനിക്കൊരു മരിയൻ സിനിമ ചെയ്യണമെന്നുണ്ട്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തോ വലുത് സംഭവിച്ചതുപോലെ ഞാൻ എടുക്കാതിരിക്കാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കണം. കാരണം അതിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. സിനിമ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ചെയ്യാതെ മരിക്കേണ്ടി വന്നാലും ഞാൻ പെട്ടെന്ന് പൊട്ടി. സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടുമ്പോൾ ഇതിനു മുമ്പ് ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു നിമിഷം കൂടിയേ ആയുസുള്ളൂ എങ്കിൽ ആ നിമിഷം പോലും ഞാൻ സ്തുതി പാടും. ഒരു നിമിഷം കൂടിയേ ആയുസുള്ളൂ എങ്കിൽ ആ നിമിഷം പോലും ഞാൻ സ്തുതി പാടും. വിശുദ്ധനോട് ചോദിച്ചില്ലേ, ഇപ്പം മരിക്കുന്നത് നീ എന്നെ എടുക്കും, ഞാൻ അവിടെ പോകും, നീ എന്നെ എടുക്കും, ഞാൻ പോയി കുമ്പസാരിക്കും, നീ എന്നെ എടുക്കും. ഞാൻ വിശുദ്ധനായ കുഞ്ഞ് പറഞ്ഞ് ഞാൻ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്യും. അപ്പം ഒരു നിമിഷം കൂടി ആയുസുള്ളൂ കേട്ടാലും ദൈവത്തെ സ്തുതിക്കാൻ എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആഗ്രഹമാണ്. പെട്ടെന്ന് തന്നെ മരിക്കേണ്ടി വന്നാലും പൊട്ടിത്തകരില്ലെന്നുള്ളം, എപ്പോൾ വിളിച്ചാലും നിൻ കൂടെ പോരുവാൻ സന്നദ്ധമാണെൻ്റെ ഉള്ളം. അപ്പം അതിൽ നിന്നാണ് പിന്നീട് ഈ പാട്ട് വരുന്നത്. അധികം സുഹൃത്തുക്കളില്ലെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ആൻസർ, അടുത്ത സ്റ്റാൻസയായിട്ട് വരുന്നു. അതൊന്ന് പാടിക്കുക. അധികം സുഹൃത്തുക്കൾ ഇല്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. അഴകും പ്രശസ്തിയുമില്ലെങ്കിലും തഴുകുവാൻ താങ്ങുവാൻ നീ വരണേ. ഇതിലെ ആദ്യത്തെ വരി, ഈ അധികം സുഹൃത്തുക്കളില്ലെങ്കിലും അതിനൊരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളെ തേടുമായിരുന്നു ഞാൻ. നിറയത്തില്ലായിരുന്നു ഹൃദയം. ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നവർ എനിക്ക് തോന്നുന്നത് ഒരുപാട് സ്നേഹം കിട്ടണമെന്ന് കൊതി ഒത്തിരി ഉണ്ടായിരുന്നു.
ഒരുപാട് ബന്ധങ്ങൾ, സ്നേഹത്തിൻ്റെ ഒരു അത്ര നോർമൽ അല്ലാത്തൊരു കൊതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ചെല്ലാനത്തിൻ്റെ അടുത്തല്ലേ കുമ്പളങ്ങി ചെല്ലാനത്തിനടുത്ത്. എൻ്റെ അമ്മയുടെ വീട് കുമ്പളങ്ങിയാണ്. അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോയപ്പം ഈ ആലപ്പുഴയിൽ നിന്ന് അന്ന് ബസ്സിന് പോയപ്പം എൻ്റെ ബോണി വണ്ടിയിലിരിക്കുക, കരയാനൊരു ആവശ്യമില്ലാത്ത സമയമാണ്. ഉള്ളിലൊരു തികട്ടൽ വരാൻ തുടങ്ങി, ഇങ്ങനെ ഒരു വരൾച്ച. ഈ വരൾച്ച വന്നിട്ട് ഞാനിങ്ങനെ കരയാനൊരു കാരണവുമില്ല, പക്ഷെ ഉള്ളിലൊരു നിരാശ, ഒരു ഭയങ്കര സാഡ്നെസ്. അപ്പം ഞാൻ ഈ സമയത്ത് കർത്താവ് ഒരു ചോദ്യകർത്താവിനെ പോലെ ഇങ്ങനെ നിന്ന് എന്നോടിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. നമ്മൾക്ക് മനപ്രയാസത്തിലിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ഒരു ഫീല്. മോനെ ഷാജിച്ച, എൻ്റെ മകനെ, ഒരു കപ്പിലെ വെള്ളം പറ്റിപ്പോയാൽ നീ എന്നെ എടുക്കും? ഞാൻ പറഞ്ഞു നല്ല കൂത്ത്, ഞാൻ വേറൊരു കപ്പിലെ വെള്ളം ഒഴിച്ച് നിറയ്ക്കും. അപ്പം കർത്താവ് ചോദിച്ചു, മോനെ നീ ആ കപ്പിലെ വെള്ളം എടുത്തത് ബക്കറ്റിൽ നിന്നായിരിക്കുമല്ലോ, ബക്കറ്റിലെ വെള്ളം പറ്റിപ്പോയാൽ? ഞാൻ പറഞ്ഞു കർത്താവ് അപ്പുറം കന്നാസം കുട്ടകല്ലോ അതിലെ വെള്ളം ഒഴിച്ച് നിറയ്ക്കും. അപ്പോൾ കർത്താവ് സമയം തരാൻ ചോദിച്ചു, മോനെ കുട്ടകത്തിലെ വെള്ളം പറ്റിയാൽ? ഞാൻ പറഞ്ഞു കർത്താവേ 5000 ലിറ്ററിൻ്റെ ടാങ്കല്ലേ അവിടെ ഉള്ളത്, അതങ്ങോട്ട് ടാപ്പ് ഓൺ ചെയ്യും. അപ്പോൾ കർത്താവ് സമയം തരാൻ ചോദിച്ചു, ടാങ്കിലെ വെള്ളം പറ്റിയാലോ? ഞാൻ പറഞ്ഞു പൊന്നു കർത്താവ് എന്നോട് കളി വേണ്ട, തോട്ടിൽ വെള്ളം എടുത്തോളം ഞാൻ ടാങ്കിലേക്ക് അടിച്ച് കയറ്റത്തില്ലേ? കർത്താവ് ചോദിച്ചു തോട്ടിലെ വെള്ളം പറ്റിയാലോ? ഞാൻ പറഞ്ഞ് പമ്പാ നദിയല്ലേ ഉള്ളത്, കർത്താവ് പറയും പമ്പാ നദിയിലെ വെള്ളം പറ്റിയാലോ? ഞാൻ പറഞ്ഞു വേമ്പനാട് കായലല്ലേ കർത്താവ് കിടക്കുന്ന? കർത്താവ് ചോദിച്ചു വേമ്പനാട് കായലിലെ വെള്ളം പറ്റിയാലോ? അറബിക്കടൽ ഇളകി വരുമ്പോൾ പിന്നെ എന്നാ കർത്താവ് എന്ന് ചോദിച്ചപ്പം കർത്താവ് ഒറ്റ ചോദ്യം, ഒരു കടൽ പറ്റിപ്പോയാൽ നീ എന്നാ എടുക്കും? ഉള്ളിൽ കേൾക്കുന്നൊരു അനുഭവം. കർത്താവിനോട് ചോദിക്കും, ഒരു കടൽ പറ്റിയാൽ നീ ഏത് കപ്പ്, 100,000 കപ്പ് വെള്ളം കൊണ്ടോ, 100,000 കുട്ടകം കമഴ്ത്തിയിട്ടോ, ആ 50,000 വേമ്പനാട് കായൽ കൊണ്ട് ഒഴിച്ചിട്ടോ കാര്യമുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ ഇതെന്തിനാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് ഓർക്കുമ്പോൾ, ഈ ചിന്ത വന്നെന്ന് ഓർക്കുമ്പം കർത്താവ് സോഫ്റ്റായിട്ട് മനസ്സിൽ പറഞ്ഞു തരിക, മൃദുലമായിട്ട്, മകനെ, വരണ്ട ഹൃദയം വരണ്ട കടലാണ്. അത് ഇത്തിരി ഒരുത്തൻ്റെ സ്നേഹമോ ഒരുത്തിയുടെ സ്നേഹമോ ഒരു കപ്പ് ആശ്ലേഷമോ ഒരു കപ്പ് ഉമ്മയോ ഒരു കുട്ടകം നല്ല വാക്കോ ഒരു കന്നാസ് SMS ഇതൊന്നും കൊണ്ട് FBയിൽ 5000 ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തിരിക്കുക, 5000 സുഹൃത്തുക്കളോ കൊണ്ടൊന്നും നിൻ്റെ വരണ്ട ഹൃദയം നിറയില്ല. അപ്പോൾ അധികം സുഹൃത്തുക്കളില്ലെങ്കിലും നീ എനിക്ക് ഒരു കൂട്ടായിരുന്ന, ഒരു സുഹൃത്തിനെ പോലെ ആയിരുന്ന, അത് നല്ലതാണെന്നൊരു ചിന്ത. ഇന്നും എനിക്ക് ലോകത്തിൽ എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ഒരാൾ ഞാനായിരിക്കും. പക്ഷേ ചില നല്ല സുഹൃത്തുക്കളിൽ നിന്ന് വേദനയൊക്കെ വരുമ്പം ഞാൻ ഈ വാക്കോർക്കും, അധികം സുഹൃത്തുക്കൾ ഇല്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. ഇത് ഞാൻ ഓർക്കാറുണ്ട്. കാരണം ഇവരൊക്കെ എത്ര സ്നേഹിച്ചാലും എനിക്ക് നിറയില്ല, ഇത് ഞാൻ തിരിച്ച് സ്നേഹിച്ചാലും നിറയില്ല. അങ്ങനെയാണ് ഈ വരി വന്നത്. അധികം സുഹൃത്തുക്കൾ ഇല്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. വരണ്ടയൻ ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കടലായി നീ വന്നു നിറയ്ക്കണമേ. ഒരു കടലായി നീ ഒന്നൊഴുകി വരാതെ എനിക്ക് 100,000 അത് എൻ്റെ FB 5000 പേരുണ്ട്, ഒറ്റ ഒരാളെ എനിക്കറിയത്തില്ല, വല്ല കാര്യമുണ്ടോ? അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചു ചോദിക്കുക, അച്ഛാ FB കയറുന്നുണ്ടോ? കയറിയിട്ട് എന്നാ കാര്യത്തിനാ? ഈ അധികം സുഹൃത്തുക്കൾ എൻ്റെ ഹൃദയത്തിൻ്റെ വരൾച്ചയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവളിപ്പോൾ അവിടെ അയർലൻഡിൽ അനുഭവിക്കുന്ന വേദന അറിഞ്ഞിട്ട് ഈ FBയിലൂടെ ഞാനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഹായ് ഹുയ് കുയ് കായ്, ഇത്രയേ ഉള്ളൂ. ചുമ്മാതെ കുറ്റപ്പെടുത്തുക. നല്ല ബന്ധങ്ങൾ വേണം, അതിനൊക്കെ നല്ല വശങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ യുവജനത അക്കാര്യത്തിൽ കാണിക്കുന്നത് ഈ വെപ്രാളമാണ്. ആരൊക്കെയൊക്കെ എല്ലാവരും ഉണ്ടെന്ന് വരുത്തി തീർക്കണം, യാതൊരു കാര്യവുമില്ല. അച്ഛാ, അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസിൽ 3ാമത്തെ ലൈൻ, അഴകും പ്രശസ്തിയും ഇല്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. പാട്ട് എഴുതി തുടങ്ങുന്ന സമയത്ത് പച്ചയായി പറയാമല്ലോ, എല്ലാവരും കേൾക്കണം. ഞാൻ തന്നെ CD കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, നമ്മളെപ്പോഴും വർത്തമാനം പറഞ്ഞ പോലെ TV-യിലൊക്കെ വല്ല ചെറിയ പ്രോഗ്രാം വരുമ്പം ഞാൻ തന്നെ മെസ്സേജ് ഇടും, പ്ലീസ് വ്യൂ മൈ പ്രോഗ്രാം ഓൺ ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടും. ഇട്ടുകൊണ്ട് തെറ്റുണ്ടെന്ന് പറയല്ല കേട്ടോ. അന്ന് ഒത്തിരി പേര് കാണണം, എനിക്ക് അംഗീകരിക്കപ്പെടണം, അതില്ലെങ്കിൽ ഭയങ്കര ഭാരമായിരുന്നു. ഞാൻ ബോണിയോട് പച്ച സത്യം പറയുക,
ശരിക്കും ഈ വരികൾ എഴുതിയതിന് ശേഷം, ഈ 3-4 വർഷങ്ങൾക്ക് ശേഷം എത്ര പ്രശസ്തി കിട്ടിയാൽ അങ്ങ് പറന്ന് പൊങ്ങാതിരിക്കാനും, ഒരു കുറ്റപ്പെടുത്തൽ, ഒരു അംഗീകാരം കിട്ടാതെ പോയാൽ അടിഞ്ഞു കുത്തി വെട്ടുകിളിയെപ്പോലെ വീഴാതിരിക്കാനും ഒരു നോർമാലിറ്റി കിട്ടും. അഴകും പ്രശസ്തിയുമില്ലെങ്കിലും, അത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അഴകും പ്രശസ്തിയും ഇല്ലെങ്കിലും തഴുകുവാൻ താങ്ങുവാൻ നീ വരണേ, അവസാന മൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമം മറയാതുണ്ടാകണം. അച്ഛാ, സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നുണ്ടല്ലോ വിശ്വാസത്തെക്കുറിച്ച്. വിശ്വാസദീപം ജ്വലിച്ചിടണം. മരിക്കുന്ന സമയത്ത് വിശ്വാസദീപം ജ്വലിച്ചിടണം. അതങ്ങനെ മരണത്തോളം എത്തണമെങ്കിൽ നമ്മൾ നടന്നു തീർക്കേണ്ട വഴികളിൽ എത്തണം. അതൊരു കാര്യമുണ്ട് ബോണി. ഒപ്പം ഈ ചിലരെ ആളുകളെ മരണത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് മരിക്കേണ്ടി വരുമ്പോഴോ, ഒരു രോഗം പിടിച്ച് മരിക്കുമ്പോൾ, നാളത്തെ നമ്മുടെ കാര്യം അറിയില്ല, ഈശോയ്ക്ക് മാത്രം അറിയാം. പെട്ടെന്ന് അതുവരെ വലിയ വിശ്വാസം പറഞ്ഞ ആളാണ്, പെട്ടെന്ന് ഒരു ട്രബിൾ വന്ന് ഈ ആളങ്ങ് പെട്ടെന്ന് മരിക്കേണ്ടി വന്നപ്പം ഇയാൾ ഒത്തിരി പേരെ ശക്തിപ്പെടുത്തി വയ്ക്കുക. പക്ഷേ ഈ പാവത്തിന് വന്നൊരു ദുരന്തമാണ്, വിശ്വാസം അവസാനം വന്നപ്പോഴില്ല. അപ്പം അവസാന ശ്വാസം വരെ, അപ്പം അങ്ങനെയായി ഞങ്ങൾക്ക് ഈ പട്ടം തരുമ്പോഴൊക്കെ ഈ അഭിഷേകം അവസാന ശ്വാസം വരെ നിലനിർത്താൻ ഈ വൈദികാർത്ഥിയെ ശക്തനാക്കണമെന്ന് മെത്രാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് വൈദികനെക്കുറിച്ച് മാത്രമല്ല ബോണി, അവസാന ശ്വാസം വരെ വിശ്വാസം കിട്ടുക അത് അത്ര എളുപ്പമല്ല. ഇപ്പം ഈ പറഞ്ഞ എനിക്കത് വേണമെന്നില്ല. അതായത് ഞാനിപ്പോൾ ഒരു 5-6 ലക്ഷം പേരോട് വചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നെങ്ങാനും ഒരു പ്രശ്നം വന്നാൽ ഈ പറഞ്ഞ വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിക്കുക, അതൊരു ഗ്രേസാണ്. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥനയായിട്ട്, കർത്താവേ അവസാന ശ്വാസം ഉതിർക്കുമ്പോഴും വിശ്വാസദീപം ജ്വലിച്ചിടണം, ഒരു പ്രാർത്ഥനയാണ്. ആശ്വാസരൂപനാം നിൻ കൈകളിൽ ശാന്തമന്നാത്മാവ് ചേർന്നിടണം. ശരിക്കും ഒരു ലൈഫിൻ്റെ ഒരു ജനന മരണ സ്വർഗപ്രവേശനത്തിൻ്റെ ഒരു ഇതിവൃത്തം ഒരു ശാന്തതയിൽ ഉണ്ടാകണമേ എന്ന ആഗ്രഹം. ജീവിതത്തിലെ പ്രക്ഷുബ്ധമായ സമയത്തും ഈ ഒരു ശാന്തത സൂക്ഷിക്കാൻ പറ്റണേ എന്നൊരു ഇത് എൻ്റെ പ്രാർത്ഥന. ഇത് കാരണം എനിക്ക് ജീവിക്കാൻ നല്ല മോഹമാണ്. അപ്പം എന്നാലും ഞാനും ഒരുങ്ങിയിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പൂന്തോട്ടത്തിൻ്റെ അടിയിൽ ഒരു കല്ലറയുണ്ട്, ഒരു മരണബോധം. അപ്പം 3 വർഷത്തിനുള്ളിൽ മരിക്കുമോ? 3 വർഷമല്ല, ഉടനെ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അത് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ പറയുന്ന മാത്രമല്ല, നമുക്കത് 2 പേർക്കും അതിനിടയാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ശക്തനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും, ബോണിയെയും ബോണിയുടെ ഭാര്യയും കുഞ്ഞുങ്ങളെ അച്ചാച്ചനെ അമ്മച്ചിയും ബോണിയുടെ ശുശ്രൂഷയിലുള്ളവരെ എല്ലാം ഓർക്കുന്നു. എന്നെയും പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ കാണുന്നവരെ ഓർക്കുന്നു. കർത്താവേ, അവസാന ശ്വാസം ഉതിർക്കുമ്പോഴും വിശ്വാസദീപം ജ്വലിച്ചിടണം. ആശ്വാസരൂപനാം നിൻ കൈകളിൽ ശാന്തമന്നാത്മാവ് ചേർന്നിടണം എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിക്കാം. താങ്ക് യു ഫാദർ. താങ്ക് യു. അവസാന ശ്വാസം ഉതിർക്കുമ്പോഴും വിശ്വാസദീപം ജ്വലിച്ചിടണം. ആശ്വാസരൂപനാം നിൻ കൈകളിൽ ശാന്തമന്നാത്മാവു ചേർന്നിടണം. ആശ്വാസരൂപനാം നിൻ കൈകളിൽ ശാന്തമന്നാത്മാവു ചേർന്നിടണം. അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ.
അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്നു തുണയായിരിക്കണമേ. അധികം ധനമൊന്നുമില്ലെങ്കിലും അവിടുന്നു തുണയായിരിക്കണമേ. അവസാനമൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ട്